US വെക്കേഷനിലെ ലാസ്റ്റ് സൺഡേ ആണ്. ഇന്ന് ഞാൻ ലഞ്ചൊക്കെ മടി പിടിച്ച് ഉണ്ടാക്കാതിരുന്നു. പക്ഷേ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. അധികം ആഹാരമൊന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഒരുപാട് ചിക്കനും മുട്ടയൊക്കെ കഴിച്ചിട്ട് എനിക്കിപ്പോൾ അതിനോട് മടുപ്പായി തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് പോയത് ടാർഗറ്റിലോട്ടാണ്. ടാർഗറ്റിലെ ടോയ് സെക്ഷനിൽ ചിന്നുവിന് ലെഗോസ് വാങ്ങിക്കാൻ വേണ്ടി ആദ്യം നോക്കി. പക്ഷെ ഞാൻ നോക്കിയത് ബാർബി സെക്ഷനൊക്കെയാണ്. പലതരം കോസ്റ്റ്യൂംസും പല എത്നിസിറ്റിയിലുള്ള ബാർബീസിനെ നമുക്കിവിടെ കാണാം. പല പ്രായത്തിലും പല പ്രൊഫഷനിലും ഉള്ള ബാർബി സെറ്റ്സ് ഇവിടെ ഉണ്ട്. എന്തായാലും ഡിസ്നിയുടെ വേറൊരു സെക്ഷനും അവിടെ ഉണ്ട്. അവിടെ ഡിസ്നി കോസ്റ്റ്യൂംസും ഡിസ്നി ക്യാരക്ടേഴ്സിന്റെ ഡോൾസും ഒക്കെ അവൈലബിൾ ആണ്. ഇതെല്ലാം ജസ്റ്റ് നോക്കിയിട്ട് ആവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെളിയിൽ റെസ്റ്റോറൻറ്റ് മാത്രമുള്ളൊരു ബ്ലോക്ക്. പക്ഷെ അവിടെ പലതരം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ പലതും അടച്ചിട്ടേക്കുമായിരുന്നു. കാരണം വന്നപ്പോൾ തന്നെ ഒരു വൈകുന്നേരം 4 മണിയായി. അപ്പോൾ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡിന്നർ ടൈമിലേ പലതും ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ ഏതാണ് ഓപ്പൺ എന്നുള്ളത് നോക്കി കുറേ നേരം ചുറ്റി നടന്നു. ഭയങ്കര വെയിലും കൂടെ ആയത് കാരണം വെളിയിലിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. ആദ്യം പോയത് 5 ഗൈസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇതും ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ ചിക്കൻ്റെ ഒരു ഐറ്റം പോലും മെനുവിൽ ഉള്ളതായിട്ട് കണ്ടില്ല. മാത്രമല്ല അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. പിന്നെ വർക്കേഴ്സൊക്കെ ഭയങ്കര ബിസി ആയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് ചിക്കൻ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി. കാരണം നമ്മൾ ഇതൊന്നും കഴിക്കില്ല. ഇപ്രാവശ്യത്തെ എൻ്റെ എല്ലാ വ്ളോഗ്സിലും കാണുന്നത് ചിന്നുവിൻ്റെയും അഭിനവിൻ്റെയും ബാക്ക് സൈഡാണ്. അവർ ഫ്രണ്ടിൽ നടക്കുന്നു, ഞാൻ പുറകിൽ ക്യാമറ പിടിച്ച് നടക്കുന്നു. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. എന്തായാലും ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ബാക്കി റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അഭിനവ് ചെക്ക് ചെയ്യാണ്. ഇവിടെ നെയിൽസ് സലൂണും പിന്നെ ബാങ്കും വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബൗളിംഗ് സെൻറ്റർ ഉണ്ട്, ഗെയിമിംഗ് സെൻറ്റർ, മൂവി തിയേറ്റർ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റ് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് മാത്രമാണ് നമ്മുടെ ഫോക്കസ്. അത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അങ്ങോട്ട് പോയപ്പോഴത്തേനും അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഴുവൻ TVs ആണ്. ഒരു വാളിൽ തന്നെ ഒരുപാട് TVs. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ ഓപ്ഷൻസ് വീണ്ടും കുറവായിരുന്നു. എന്തായാലും നല്ല ഫുഡായിരുന്നത് കൊണ്ട് മൂക്കുമുട്ട കഴിച്ചു എന്ന് പറയാം. എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ബാക്കി പാക്ക് ചെയ്ത് ഇറങ്ങി. ഈ പാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ബോക്സ് കണ്ടില്ലേ, ഇവിടുത്തെ ആൾക്കാർ നമുക്ക് ഫുഡിന്റെ ലെഫ്റ്റ് ഓവർ അവർ പാക്ക് ചെയ്ത് തരില്ല. നമ്മളുടെ കയ്യിൽ ബോക്സ് തരും, നമ്മൾ തന്നെ പാക്ക് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഫുഡ് കോർട്ട് കാഫേസിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ ടേബിളും ക്ലിയർ ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ അവർ തന്നെ ടേബിൾ ക്ലിയർ ചെയ്യും. പക്ഷെ നമ്മളുടെ ലെഫ്റ്റ് ഓവർ ഒന്നും അവർ പാക്ക് ചെയ്ത് തരില്ല, നമ്മൾ തന്നെ പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് ഓവർ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ.